സൂപ്പർ ലീഗ് കേരള ആദ്യ സെമി ഫൈനലിൽ കാലിക്കറ്റിനെ പരാജയപ്പെടുത്തി കണ്ണൂർ കലാശപ്പോരിന് യോഗ്യത നേടി. ആവേശകരം എന്നൊന്നും പറയുന്നില്ല, പക്ഷേ കണ്ണൂരിൻ്റെ ഒത്തിണക്കത്തോടു കൂടിയുള്ള പ്രകടനം കാലിക്കറ്റിൻ്റെ നിരാശയായിരുന്നു. അപ്പം ഈ മത്സരം വിലയിരുത്താൻ, ഒപ്പം തന്നെ ഇതുവരെയുള്ള സൂപ്പർ ലീഗിൻ്റെ ജേണി അതെങ്ങനെയെന്ന് വിലയിരുത്താൻ രണ്ട് വളരെ പ്രശസ്തരായ രണ്ടാളുകൾ നമുക്കൊപ്പം ചേരുകയാണ്. എനിക്കിപ്പോൾ ശ്രീദത്ത് എസ് പിള്ളയെ, അദ്ദേഹത്തെ സൂപ്പർ ലീഗ് കാണുന്ന എല്ലാവർക്കും ഈ പുഞ്ചിരിക്കുന്ന മുഖം എപ്പോഴും കാണാൻ പറ്റും. ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സ്പോർട്സ് അവതാരകനാണ്. ഒരുപാട് നാഷണൽ ഇവൻ്റ്, ഇൻ്റർനാഷണൽ ഇവൻറ്റുകൾ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചാണ്. അദ്ദേഹം മലയാളിയാണ് എന്നുള്ള കാര്യം ഈ അടുത്താണ് കേട്ടോ ഞങ്ങൾ അറിഞ്ഞത്. ഓക്കെ, ശ്രീദത്ത് സാർ, ഈ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ആക്ച്വലി ഇന്നത്തെ മത്സരത്തിൽ? കാലിക്കറ്റ് ഒന്ന് നിരാശപ്പെടുത്തി വല്ലാണ്ട് ആരാധകർ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഹാവിങ് മീ. നിരാശപ്പെടുത്തി എന്നുള്ളത് ശരിക്കും ഒരു ശരിയായ കാര്യമാണ്. കാരണം ഈ രണ്ട് ടീമുകൾ സെമി ഫൈനൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ക്വാളിറ്റി ഓഫ് ഫുട്ബോൾ ഇതൊന്നും അല്ല എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഒരു ആസ് എ സേ ഇറ്റ് ടേക്സ് ഓൺലി വൺ കിസ്. അതുപോലെ തന്നെ ഒരു ഗോളിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കണ്ണൂർ വിൽ ബി വെരി വെരി ഹാപ്പി. പക്ഷേ കാലിക്കറ്റിൻ്റെ ആ ഒരു പ്രകടനം എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. 23 പോയിൻറ്റുമായിട്ട് ബൈ ഫാർ ദ ബെസ്റ്റ് ടീം, 7 വിൻസ്, അതുപോലെ ഒറ്റൊരു തോൽവിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ടീമിൻ്റെ ഒരു ഷാഡോ, ഒരു നിഴൽ മാത്രമായിരുന്നു എന്ന് അത് അവർക്കേ അറിയുള്ളൂ. എന്താ മേ ബി ദ പ്രഷർ, സൈക്കോളജിക്കൽ പ്രഷർ. സോ നിരാശപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. ബട്ട് ഐ എം ഷുവർ കണ്ണൂർ വോണ്ട് കംപ്ലൈൻ. ദിലീപ് സാർ എനിക്കൊപ്പം ചേരും. ദിലീപ് സാറേ, കോഴിക്കോട് ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് എന്ന് നമ്മളൊക്കെ പറയാണ്. കാരണം ഇങ്ങനെ ഒരു പര്യവസാനമായിരുന്നില്ല കോഴിക്കോടിന് ഈ ലീഗിൽ വേണ്ടിയിരുന്നത്. അല്ല, ഇത് നേരത്തെ പറഞ്ഞ പോലെ ലീഗിൽ ഏറ്റവും നല്ല ടീമായിരുന്നു, അതും ബൈ ഡിസ്റ്റൻസ്. വേറൊരു ടീം 5 കളിയിലധികം ജയിച്ചില്ല. പിന്നെ ഗോൾ അടിക്കണ കാര്യത്തിൽ 21 ഗോളാണ് കോഴിക്കോട് അടിച്ചത്. ഈ മാച്ചിലാണെങ്കിൽ ശരിക്കും പറയാച്ച ഒരു ക്ലിയർ കട്ട് ചാൻസ് തന്നെ ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ അത്രയും മോശം പ്രകടനമായിരുന്നു. ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ടാക്റ്റിക്കലായിട്ട് ഇന്നലെ ഞാൻ അവരുടെ പ്രാക്ടീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷം ബോവാസ് സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഹാഫ് ടൈമിന് എന്തുകൊണ്ട് റിങ്കോണിനെ മാറ്റിയെന്നും മനസ്സിലായില്ല. മാറ്റിയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ പിന്നെയും ലോങ് ബോൾ അടിക്കണം. 5 അടി 8 ഇഞ്ചുള്ള അഡ്സലിന് ലോങ് ബോൾ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ പല കാര്യങ്ങളും ഇന്ന് മനസ്സിലായില്ല എനിക്ക് കണ്ടപ്പോൾ. ഇത് പല കളി ഞാൻ കണ്ടതാണ്. അത് വളരെ ഫ്ലുവൻ്റ് ആയിട്ടൊരു പാസിങ് ടീമാണ്, ലീഗിൽ ഏറ്റവും ഫ്ലുവൻ്റ് ആയി കളിച്ചിരുന്ന ടീമാണ്. അപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാലിക്കറ്റിന്റെ ഏറ്റവും മോശം പ്രകടനമായിരുന്നു ഇന്നല്ലേ, ഇതുവരെ നമ്മൾ കണ്ടതിൽ എവിടെയും. മറ്റേ തോറ്റ കളിയും കൂടി ഇത്ര മോശമായിട്ട് കളിച്ചിട്ടില്ല ശരിക്കും. ഒരുപാട് മിസ്പാസുകളും വന്നു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഒരു കളിക്കാരനും നന്നായി കളിച്ചു എന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും ഈ 1-0 ഒക്കെ ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിമിഷം മതി ഒരു കളി മാറ്റാൻ. പക്ഷെ ഇതിൽ 11 കളിക്കാർ പ്ലസ് സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ യൂഷ്വൽ ആ ഒരു നിലവാരത്തിൽ കളിച്ചു എന്ന് ഒരൊറ്റ കളിക്കാരനും പറയാൻ പറ്റും. ശ്രീദത്ത് സാർ, ഈ പെനാൾട്ടി വന്നപ്പം എന്തുകൊണ്ട് സിനാൻ എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു പോയി കേട്ടോ. ഞാനത് അസിയ ഗോമസിനോട് പോയി ചോദിച്ചു ഡഗൌട്ടിൽ മാച്ച് കഴിഞ്ഞിട്ട്. നോക്കുവാണെങ്കിൽ അദ്ദേഹമാണ് പന്തെടുത്തുകൊണ്ട് സ്പോട്ടിലേക്ക് പോയത്. പക്ഷേ എന്നോട് ഹി ടോൾ മീ ദാറ്റ് ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ മുഹമ്മദ് സിനാനാണ് പെനാൽറ്റിക്ക്. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ അസീർ എടുത്ത് കണ്ടിട്ടുണ്ട്. മേ ബി എതിരാളികൾ പോലും അസീർ എടുക്കുമെന്നായിരിക്കും ഒരു പക്ഷേ പ്രതീക്ഷിച്ചത്. സോ അതിന് വിപരീതമായിട്ട് സിനാൻ എടുത്തത്, അതും ഗോൾ കീപ്പർ ഷുഡ് ബി ഗിവൻ സം ക്രെഡിറ്റ്. കാരണം ആ ആൻറ്റിസിപ്പേറ്റ് ചെയ്തും അതിൻ്റെ ആ ഒരു സൈഡും അതിൻ്റെ ഡൈവും എല്ലാം കറക്റ്റായിരുന്നു. പക്ഷേ ബോളിലുണ്ടായിരുന്ന ആ ഒരു പഞ്ച് അല്ലെങ്കിൽ പവർ വാസ് ടു മച്ച്. അതാണ്. അപ്പോൾ അത് പെനൽറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ പെനൽറ്റി കൺസീഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു ബോക്സിന് വെളിയിലൊരു ടാക്കിള്, അതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അതൊരു വളരെ ഒരു ഒരു വിഡ്ഢിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. അത് ദാറ്റ് ക്യാൻ ഹാപ്പൻ. ബ്രെയിൻ ഫ്രീസ് ആയിരിക്കാം, പക്ഷേ അത് ഇതിൽ നിർണായകമായി. വ്യക്തിപരമായി സൂപ്പർ ലീഗിനൊപ്പമുള്ള യാത്ര ഭയങ്കര സന്തോഷം നൽകുന്നുണ്ടല്ലേ? ഈ ഫൈനലാകുമ്പോൾ ഒരു വിഷമമുണ്ട്, അത് തീർന്നു പോവാണല്ലോ എന്നുള്ളത്. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ എനിക്കിങ്ങനെ ഒരു ലീഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. മാത്രമല്ല ഇത് ഒരുപാട് പേര് കേരളത്തിൽ മാത്രമല്ല പുറത്തും കാണുന്നുണ്ട്. പറയാൻ പാടുണ്ടോയെന്ന് അറിയില്ല, എന്നാലും ISLൻ്റെ സമയമാണ് ഇപ്പം. ISL ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ഗ്യാതേർഡ് എ ലോട്ട് ഓഫ് ഐബോൾസ്. അതൊരു വലിയ കാര്യമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യം എൻ്റെ കുട്ടിക്കാലത്ത് സന്തോഷ് ട്രോഫി ഫൈനൽ കാണാനാണ് എൻ്റെ അച്ഛൻ കൈ പിടിച്ചത് 1993.
കൊണ്ടുപോയത് കേരളവും മഹാരാഷ്ട്രയും തമ്മിലൊരു അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു ഏതൊരു സ്പോർട്ടായാലും ഞാൻ ലൈവായിട്ട് സ്റ്റേഡിയത്തിൽ പോയി കാണുന്നൊരു സന്തോഷ് ട്രോഫി ഫൈനലാണ്. അപ്പോൾ അതിനുശേഷം കേരളത്തിൽ എനിക്കൊന്നും അങ്ങനെ കാണാനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ടു ബി എ പാർട്ട് ഓഫ് ദ ലീഗ് ആസ് എൻ ആങ്കർ ഇറ്റ്സ് എ വെരി ഹാപ്പി തിങ് ഫോർ മീ. ഒരുപാട് താരങ്ങൾ നമുക്ക് പിറവിയെടുക്കും അല്ലേ? ഇതങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഒരുപാട് താരങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഒരുപാടുണ്ട്. ഞാനിപ്പോൾ പറയുന്ന താരങ്ങൾ ഓൾറെഡി വലിയ താരങ്ങളുണ്ട്. റോയ് കൃഷ്ണ ഈസ് എൻ എക്സാമ്പിൾ. പക്ഷേ അതല്ല ശരിക്കും താരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ അറിയപ്പെടാതിരുന്ന താരങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ഇപ്പോൾ IPL പോലെ തന്നെ ഞാൻ ക്രിക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹിതർ അൺനോൺ അറിയാൻ മേലാത്ത ഈ വലിയ താരങ്ങളുമായിട്ട് കളിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കോൺഫിഡൻസ്, അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, അതിൽ നിന്ന് ഇനിയും ഒരു Under-23 ടാലൻസ് കുറേ ഉണ്ട്. ഇപ്പോൾ മുഹമ്മദ് സിനൻ തന്നെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. ഇവരിനിയും വരും വർഷങ്ങളിൽ ഐ എം ഷുവർ ദാറ്റ് അവരുടെ ആ ഒരു ഗ്രോത്ത് അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും കാണാനായിട്ട്. സാറേ, നേരത്തെ പറഞ്ഞതുപോലെ ISL ഇല്ലാത്ത ഒരു ഗ്യാപ്പിൽ വന്നതുകൊണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിനപ്പുറത്തേക്ക് ഇതങ്ങ് വേരുറച്ച് പോയി സൂപ്പർ ലീഗ് കേരള. അല്ല, ISL ഇല്ലാത്തത് ഒരു കാരണമാണ്. പക്ഷേ ISL അറ്റൻഡൻസ് ഒക്കെ കഴിഞ്ഞ കൊല്ലം തന്നെ ഇങ്ങനെ ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടക്കം. അപ്പോൾ അത് നോക്കുമ്പോൾ ഇത് സൂപ്പർ ലീഗ് കേരളയുടെ ഗ്രോത്താണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ സീസണിലത്തെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഒരു പെർ മാച്ച് 1500 കൂടിയിട്ടുണ്ട് അറ്റൻഡൻസ്. അപ്പോൾ ആവറേജ് അറ്റൻഡൻസും കഴിഞ്ഞ സീസണിലത്തെ ISLൻ്റെ ഒന്നും അധികമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്റ്റേഡിയം ശരിക്കും പറയാച്ചാൽ കൽക്കട്ട കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു ഹാർട്ട് ബീറ്റ് ആയിരുന്നു. ഇത് 52-ലാണ് ആദ്യം സേഠ്നാഗ്ജി ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. 52-ൽ ഇവിടെ കളിക്കാത്ത ഒരു ഏഷ്യൻ ടീം ഇല്ല. കറാച്ചി കിക്കേഴ്സ്, അബ്ഹാനി, ഡാക്ക ഇവരൊക്കെ വന്ന് കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മറക്കരുത്. ഈ സ്റ്റേഡിയത്തിൽ അത്രയും ചരിത്രമുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ സ്റ്റേഡിയം ഇങ്ങനത്തെ ഒരു ലീഗ് അർഹിക്കേണ്ടതാണ്. അതാണ് അപ്പം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഈ കാലിക്കറ്റ് സത്യം പറഞ്ഞാൽ സൂപ്പർ ലീഗിൻ്റെ വലിയ സന്തോഷത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലും ഈ സീസണിൽ കോഴിക്കോട്ടെ ഏറ്റവും അവസാന മത്സരമായിരുന്നു. ആ അർത്ഥത്തിൽ ഈ സ്റ്റേഡിയം നമുക്ക് തന്ന നിമിഷങ്ങൾ അത് കേരള ഫുട്ബോളിൻ്റെ ഹൃദയത്തിലുണ്ട്. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ. അപ്പം ഞങ്ങൾ തൽക്കാലം കോഴിക്കോട് നിന്ന് ഞങ്ങൾ വിട പറയുകയാണ്. ഞങ്ങൾ ഇനിയും കാണും. ഫൈനൽ വരാനുണ്ട്, അടുത്ത സെമിയുണ്ട്. സൂപ്പർ ലീഗിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.